സഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാളിലാണ്. ഇനി പറയുന്ന വസ്തുതകൾ അതിന് ഉപോത്ബലകമായി നമുക്കെടുക്കാം. 1. സഭയുടെ സ്ഥാപനം ഇനിയും ഭാവികമാണെന്ന് നമ്മുടെ ക്രിസ്തു, നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി 16:18. 2. ക്രിസ്തു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപം കഴുകപ്പെട്ടവരാണ് സഭയിൽ ഉൾപ്പെടുന്നത്. തന്മൂലം ക്രിസ്തുവിൻ്റെ മരണം സംഭവിക്കുന്നതുവരെ സഭയുണ്ടായിരിക്കുവാൻ സാധ്യമല്ല. 3. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെയാണ് സഭയ്ക്ക് പുനരുത്ഥാന ജീവൻ ലഭിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് സഭ ഉണ്ടായിരിക്കുവാൻ പാടില്ലെന്ന് ഇത് സ്പഷ്ടമാക്കുകയാണ്. 4. പുനരുത്ഥാനാനന്തരം സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെയാണ് ദൈവം സഭയുടെ ശിരസ്സായി വെച്ചത്. എഫേസ്യ ലേഖനം 1 21 മുതൽ 23 വരെ. സഭ ഭൂമിയിൽ നിലനിൽക്കുന്നത് ക്രിസ്തു സ്വർഗത്തിൽ ചെയ്യുന്ന മധ്യസ്ഥതയിലും സ്വർഗാരോഹണ ശേഷം സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാദാനങ്ങളിലുമാണ്. എഫേസ്യ ലേഖനം 4 7 മുതൽ 13 വരെ. തന്മൂലം ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് സഭ ഉണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും വാദിക്കുമെങ്കിൽ ആ ശരീരം, അതായത് സഭ, പ്രവർത്തനരഹിതമായ നിശ്ചേഷ്ട ശരീരമെന്ന് പറയേണ്ടി വരും. 5. പരിശുദ്ധാത്മാവിലൂടെ ദൈവം വസിക്കുന്ന മന്ദിരമാണ് സഭയെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഭയിലെ ഓരോ വ്യക്തിയും വീണ്ടും ജനനം പ്രാപിക്കുന്നതും സ്നാനം പ്രാപിക്കുന്നതും മുദ്രയിടപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാലാണ്. ഇവയൊന്നും തന്നെ പെന്തക്കോസ്തിന് മുമ്പ് നടന്നിട്ടില്ലെന്നത് തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17 17